ആ വചനം നിങ്ങളിൽ ക്രിയ ചെയ്യും. ആ വചനം നമ്മിൽ സൗഖ്യം തരും. നമ്മൾ അനുസരിക്കേണ്ടത്, നമ്മൾ കേൾക്കേണ്ടത് മാനുഷിക ശബ്ദങ്ങളല്ല, ഈ ലോകത്തിന്റെ ശബ്ദങ്ങളല്ല. ഈ ലോകത്തിന്റെ ശബ്ദങ്ങളെല്ലാം ശലോമോന്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം മായയാണ്, എല്ലാം മായയാണ്. ഹല്ലേലൂയ. എന്നാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. യേശു പറയുന്നു, ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. അതുകൊണ്ട് നമ്മൾ കേൾക്കേണ്ടത് വചനമാണ്. നിങ്ങളോട് ആരെങ്കിലും കൈയടിക്കണ്ട, പാടണ്ട, സ്തോത്രം ചെയ്യണ്ട എന്ന് പറയുന്നെങ്കിൽ അത് മായയാണ്, അത് മാനുഷിക വാക്കാണ്. എന്നാൽ ദൈവവചനത്തിനകത്ത് തപ്പിനോടും നൃത്തത്തോടും ഉച്ചനാദമുള്ള കൈതാളത്തോടും ദൈവത്തെ ആരാധിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുസരിക്കേണ്ടത് അതാണ്. വചനത്തിൽ എഴുതിയിട്ടുണ്ട്, രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കണം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നമ്മൾ അനുസരിക്കേണ്ടത് ലോകം പറയുന്നതല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നതാണ്. കർത്താവിന്റെ വചനം അനുസരിക്കുന്നവൻ ദീർഘായുസ്സോടെ ഇവിടെ കാണും. കർത്താവിന്റെ വചനം അനുസരിക്കുന്നവൻ എല്ലാ നന്മയും അനുഭവിക്കും.